Hello friends, ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കുമരകത്ത് ഗ്രീൻ ഫീൽഡ്സ് എന്ന പേരുള്ള റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. Hello guys, so we are in a place called Kumaragam and this is our hotel room in Kumaragam. We got a room with a balcony. So let's open the balcony door and see what is the view out there. Woo! Oh wow, we can see the gym and the swimming pool and there's a paddy field over there. Oh wow, that's nice. That's not bad. That's not bad. It's actually good here. I like it. So when you go back in the room, this is how it looks. അപ്പോൾ നമ്മളിപ്പോൾ കുമരകത്താണ് വന്നിരിക്കുന്നത്. കുമരകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന റൂം ആണിത്. ബാൽക്കണി ഞാനിപ്പോൾ കാണിച്ചല്ലോ. ഇവിടെ കബോർഡൊക്കെ ഇവിടെ. ഇനി നമ്മുടെ ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്, ബാത്റൂം. കുഴപ്പമില്ല, സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണി തുറക്കുമ്പോൾ കാണുന്നത് അവിടെ സ്വിമ്മിംഗ് പൂളും ജിമ്മുണ്ട്. പിന്നെ അതിനപ്പുറത്തായിട്ടൊരു നെൽപ്പാടം ഉണ്ട് കേട്ടോ. അത് ബാൽക്കണി തുറന്നത് ഭയങ്കര ചൂട്. അവിടെ നെൽപ്പാടം ഉണ്ട്, സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. പിന്നെ എന്തോ ഒരു ബേർഡ് വാച്ചിങ് സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അത് പിന്നെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ വെളിയിൽ കുറച്ച് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു എഗ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ചലാസ്, പപ്പടം, അച്ചാർ നമുക്ക് റൂമിൽ കൊണ്ട് തന്നിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ലുക്കാണല്ലോ ഇവിടുത്തെ എഗ് ബിരിയാണിക്ക്. Finished it. Just from this side. Raita. Wow. ഞങ്ങൾ ഈ റിസോർട്ടിൽ വന്നപ്പോഴേ ഇവിടെ ഒരു ഹിന്ദിക്കാർ ഫാമിലിയെ പരിചയപ്പെട്ടു. അവർ ശരിക്കും പറഞ്ഞാൽ ബോംബെയിൽ സെറ്റിലായിരിക്കുന്ന അവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് 2 മക്കളാണ് ഉള്ളത്. അതിലെ പെൺകൊച്ചാണിത്. അപ്പോൾ ഈ കൊച്ച് നന്നായിട്ട് ചെസ്സ് കളിക്കുമെന്ന് അവർ പറഞ്ഞു. തന്നെ എല്ലാ ചെസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുക, എപ്പോഴും അതിന് ഫസ്റ്റ് കിട്ടാറുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആൻഡ്രൂ ആണെങ്കിലും നന്നായിട്ട് ചെസ്സ് കളിക്കും. അപ്പോൾ ഞങ്ങൾ ഓർത്തന്നാൽ ഇവരെ 2 പേരും വെച്ചിട്ടൊന്ന് ചെസ്സ് കളിപ്പിക്കാം, ആരാ ജയിക്കുന്ന അറിയാം. ഇവർ ആദ്യമായിട്ടാണ് കേരളം വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. നാടൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇവിടുത്തെ ഭക്ഷണം അവർക്ക് പിടിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദിവസവും പ്രത്യേകം നോർത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഭയങ്കര പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ. 2 പേരും ഒപ്പത്തിനൊപ്പമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവസാന നിമിഷം എത്തിയപ്പോഴത്തേന് ആ കൊച്ചു തന്നെ ജയിച്ചു. അപ്പോൾ ആൻഡ്രൂ ആണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ചെസ്സ് കളിക്കുന്നത്. പക്ഷേ ഈ കൊച്ച് എപ്പോഴും കളിക്കുന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കൊച്ചായതുകൊണ്ട് അതിനത് പെട്ടെന്ന് എളുപ്പമായിരുന്നു ജയിക്കാൻ. അതിനുശേഷം പിന്നെ ആ പയ്യൻ്റെ കൂടെ ഞാനൊന്ന് ബാഡ്മിൻ്റൺ കളിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നേരത്തെ കാണിച്ച പോലെ നമുക്ക് ജിമ്മുണ്ട്. അവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജിമ്മിൽ പോകാം. പിന്നെ ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും എപ്പോഴും ഫ്രീ ആണ്. ഇല്ലാതെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഇത് ശരിക്കും പിള്ളേർക്ക് ഇറങ്ങാനുള്ള ഏറിയ. മറ്റിടത്ത് ഇറങ്ങിയാൽ എനിക്ക് ഇവിടെ വരെ വെള്ളം കാണും. എനിക്കൊന്നാമത് നീന്താൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ
Woo. Wow. This is nice. Woo. Take a look. Kasakay. Barra. ഇത് എന്നെ പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ, നീന്താൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. Wow, it's like a jacuzzi. It looks like jacuzzi actually this side, but it's actually not a jacuzzi. This is a small swimming pool for the kids. And this part is only 2.5 feet. Yeah, and that side is 4.5. Woo! Just show around, chicken. Wow, this is an awesome place. Look, I'm swimming. Look, I'm swimming. Woo. Show me, Cuckoo. Hi. Oh, okay. Leave it there. Thank you. Woo. This is how you need to learn to swim. Hold it up. Hold your leg. It's fun. I don't know how people are swimming. Look, just go like this now. Is this how you need to swim? See you tomorrow. See you. Wow. I am enjoying my swimming. Jagu, look. I'm swimming. I wish I could swim. Oh my god. സ്വിമ്മിംഗ് പൂൾ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ നീന്താൻ അറിയാത്തതിൻ്റെ ഒരു വിഷമം അത് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ആൻഡ്രുവിനെ പല പ്രാവശ്യം നീന്താൻ പഠിപ്പിച്ചെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. അതുപോലെ തന്നെ കൊച്ചിലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വീടിനടുത്തായിട്ടൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ കൊച്ചിലെ എന്നെ കൊണ്ടുപോയി നീന്താൻ പഠിപ്പിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, കയ്യിലിങ്ങനെ കമത്തിക്കിടത്തിയിട്ട് ഇങ്ങനെ കാലൊക്കെ ഇട്ടടിച്ച് ഇങ്ങനെ അങ്ങനെ പഠിപ്പിക്കുമായിരുന്നല്ലോ. പക്ഷേ എന്നിട്ട് പോലും ഞാൻ പഠിച്ചില്ല ഇതുവരെയായിട്ടും. യു കെയിലൊക്കെ സ്വിമ്മിങ് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിള്ളേരൊക്കെ 3-4 വയസ്സുള്ളപ്പോൾ തൊട്ടേ നീന്താൻ പഠിക്കും. അപ്പോൾ ഇനി നമുക്ക് പോയി വൈകിട്ട് കഴിക്കാൻ എന്താണെന്ന് നോക്കാം. ഈ നമ്മുടെ ഡിന്നർ റൂമിലിരുന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. ഞാനൊരു ജീര റൈസും പിന്നെ ഒരു ദാൽ തടുക്കയും പിന്നെ പനീർ ബട്ടർ മസാല പിന്നെ ഒരു വീറ്റ് പൊറോട്ടയും ഒരു തവ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ കുമരകത്തുള്ള റിസോർട്ടിൽ നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടല്ല, വേറെ ഫുഡ് ഇവിടെ വന്നപ്പോൾ കഴിച്ചായിരുന്നു. ഡിന്നറിന് ഓർഡർ ചെയ്തിരിക്കുന്ന ഇതാണ്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഞാൻ വീറ്റ് പൊറോട്ട പറഞ്ഞു, ഞാൻ കേരള പൊറോട്ടയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ദാൽ തടുക്കയും ജീര റൈസും കൂടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടുണ്ടേ. കൊള്ളാം, സൂപ്പർ, തകർത്തു.
ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു ജീര റൈസും ദാൽ തടുക്കയും കഴിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം. അടിപൊളി. എനിക്ക് ഇച്ചിരി പൊറോട്ടയും പനീർ ബട്ടർ മസാല ഒന്ന് ട്രൈ ചെയ്യണം. ഇതിനകത്ത് 1 piece. Give me 1 piece here. You want 1 piece? Let me try. Wait. ഓക്കെ, ഇതൊന്ന് തിന്ന് നോക്കട്ടെ. പനീർ ബട്ടർ മസാല പിന്നെ അറിയാലോ, ഒരു ഇച്ചിരി മധുരമുണ്ട്. കൊള്ളാം. കൊള്ളാം, രണ്ടും കൊള്ളാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാൽ റൈസാണ്. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമുക്ക് കുടിക്കാനായിട്ട് വാട്ടർമെലൺ ജ്യൂസാണ് അവർ ഉണ്ടാക്കി തന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അവർ തലേദിവസം രാത്രി തന്നെ നമ്മുടെ റൂമിൽ ഫോൺ ചെയ്ത് ചോദിക്കും. അപ്പോൾ ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പവും മുട്ടക്കറിയും പറ്റുവാണെങ്കിൽ കുറച്ച് സ്റ്റൂവും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ആൻഡ്രു ചോദിച്ചു ദോശയും ചമ്മന്തി സാമ്പാർ ഇതൊക്കെ ആൻഡ്രു പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞതെല്ലാം അവരുണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഓംലെറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ തരും. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല എളിമയും താഴ്മയുള്ള നല്ല ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്ര നല്ലൊരു മാനേജറെ ഞാൻ ഒരു ഹോട്ടലിലും ഒരു റിസോർട്ടിലും ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് പറയല്ല, പക്ഷേ അദ്ദേഹം വളരെ നല്ലൊരു മാനേജറാണ്. അവിടെ ആരെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിയുടെ പേര് പ്രകാശ് എന്നാണ്. ഈ പടത്തിൽ കാണുന്ന സ്ഥലത്തൂടെയൊക്കെ ആയിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ബോട്ടിങ്ങിന് പോകുന്നതായിരിക്കും. അത് അടുത്ത വീഡിയോയിൽ.